തള്ളേ വസന്ത കുറച്ച് നീറ്റായി പോയെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ 32 പല്ലു അടിച്ച് ഞാൻ താഴെ ഇട്ടേനെ. വീട്ടിൽ കയറി വന്നിട്ട് നിറകൾ പറയുന്നോ? ഇത് അമ്മയാകാൻ പോകുന്നവർക്കും മാത്രമുള്ളതല്ല, ഇവിടെയുള്ള എല്ലാവർക്കും കഴിക്കാം. അവിടെ ഇരുന്നാട്ടെ. സുഖാണോ അപ്പച്ചി? സുഖം. അല്ല, നീ അങ്ങ് പേക്കോലമായി പോയല്ലോ കൊച്ചേ. നിനക്ക് തിന്നാനും കുടിക്കാനും ഒന്നും തരുന്നില്ലേ? എന്ത് കഴിച്ചാലും അങ്ങ് ഛർദിക്കോ അപ്പച്ചി? ചിലർക്കേ ഈ സമയത്തൊക്കെ ഇങ്ങനെയാ. ഓ, നീ അങ്ങ് വലിയ വയറ്റാട്ടിയല്ലേ. നീ ഇതും പറയും ഇതിനപ്പുറവും പറയും. ചന്ദ്രികാമ്മേ, ഈ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഒരു പ്രത്യേക ശ്രദ്ധയും പരിഗണനയൊക്കെ കൊടുക്കണം. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയാർത്ഥികൾ കിടക്കുന്നത് പോലുള്ള വീട്ടിൽ കിടന്നാ പറ്റില്ല. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വന്നാ പോരായിരുന്നോ? അപ്പച്ചി എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിച്ചത്? ഞാൻ വിളിച്ചതൊന്നും അല്ല മോനെ, എന്റെ കൂടെ വന്നതാ. ദുരിതാശ്വാസ ക്യാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ദുരന്തങ്ങളൊന്നും ആരും വിളിച്ചു വരുത്തുന്നൊന്നും അല്ലല്ലോ, തനിയങ്ങ് കേറി വരുന്നതല്ലേ. നീ പറഞ്ഞതാടാ സത്യം. ആ നോക്കട്ടെ. ആ കടുപ്പം കുറവാണല്ലോ ഡി കൊച്ചേ. അല്ല, തേയില തീർന്നു കാണും. നാക്കിന് നല്ല കരകരപ്പ്. കുറച്ച് മൂത്തുപോയത് കൊണ്ടായിരിക്കും. പൂത്തുപോയാലും വരും. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളാ, അല്ലാതെ ഈ ഫുട്പാത്തിലിട്ട് വിൽക്കുന്നൊന്നുമല്ല. ഇത്രയും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള സാമ്പത്തികം ഈ വീട്ടിലില്ലെന്ന് എനിക്കറിയാം. ഏതായാലും മാധവൻ നായർക്ക് 2 മക്കളെ പ്രേമിക്കാൻ പഠിപ്പിച്ച് പണമുള്ള വീട്ടിലേക്ക് അയക്കാൻ പറ്റിയില്ലേ? അതിന് ദൈവത്തോട് നന്ദി പറയണം. ജഗന്റെ അപ്പച്ചി വന്നത് ഹരിതയുടെ സുഖാന്വേഷണത്തിനല്ലേ? വന്ദനെ, വേണ്ട. അമ്മേ, ഇത്രയും നേരം ഈ പറഞ്ഞൊക്കെ കേട്ട് തന്നതേ ഇവിടെ ഉള്ളവരുടെ മര്യാദയാ. ഈ കൊണ്ടുവന്നതൊക്കെ കെട്ടിപ്പൊതിഞ്ഞെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് നോക്ക്. ഇവിടെ ആർക്കും ആരുടെ ഒരു പലഹാരവും വേണ്ട. മോനെ, ഇത് നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ? ഇത് തിരിച്ചു തന്നു വിട്ട അമ്മയ്ക്ക് സങ്കടാവും. വേണ്ട. എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഈ സ്ത്രീയെയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. വേണ്ടമ്മേ, വിട. ഇതമ്മ ഹരിതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. കൂടെ വന്നിരിക്കുന്ന ആ സ്ത്രീയുടെ വാക്കും കേട്ട് ഇത് തിരികെ തന്നു വിട്ടാൽ അത് വലിയ പാപാവും. ജഗന്റെ അമ്മ എന്റെയും കൂടെ അമ്മയാ. അമ്മ സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ജഗൻ ഇതിന് എതിര് പറയരുത്. കണ്ടില്ലേ,
ഇതൊന്നും പണം കൊടുത്താൽ കിട്ടില്ല. പണമാണ് എല്ലാം എന്ന് കരുതിയ നിങ്ങളൊക്കെ പലപ്പോഴും തോറ്റു പോകുന്നത് ഇങ്ങനെ. ഇതിനാണ് തറവാടിത്തം എന്ന് പറയുന്നത്. ഓ കൊള്ളാം. എച്ചിപ്പാത്രം കഴുകാൻ പോകുന്നവളുടെ മകളാ തറവാടിത്തം പറയുന്നത്. ഈ തറവാടിത്തംകാരനാ ഒരു കുഞ്ഞെ ഇവളുടെ വയറ്റിൽ വെച്ച് തന്നെ ചത്തു മലച്ചത്. തള്ളേ, വസന്ത കുറച്ച് നീറ്റായി പോയെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ 32 പല്ലു കടിച്ച് ഞാൻ താഴെ ഇട്ടേനെ. വീട്ടിൽ കയറി വന്നിട്ട് നിറകൾ പറയുന്നോ? അമ്മ ക്ഷമിക്കണം എന്നോട്. മതി, തമ്മി തല്ലു അടിയൊക്കെ ഒന്ന് നിർത്ത്. അല്ലേലും ആരും ഇവിടെ കെട്ടിക്കിടക്കാൻ വന്നൊന്നുമല്ല. ഇറങ്ങടിക്കോട്ട്. അന്തസ്സുള്ളവർക്ക് വന്നു കയറാൻ പറ്റിയ വീടാണോ ഇത്? വാ ഇങ്ങോട്ട്. നിന്റെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ട എന്നെ വലിച്ചു മൂക്കി കയറ്റുന്ന പോലെ ഉണ്ടല്ലോ. തറവാടിത്തെന്ന് പറയുന്നതേ മറ്റുള്ളവരോട് കാണിക്കുന്ന പെരുമാറ്റത്തിലാ, അല്ലാതെ കാർന്നവന്മാരുണ്ടാക്കി വെച്ച കുടുംബ പേരിലൊന്നുമല്ല. അതേടി, നിന്റെ മോളും മോനും തറവാടിത്തം കളഞ്ഞു പോയതിന്റെ ഇപ്പൊ അനുഭവിക്കുന്നത്. കാരണവന്മാര് പറയും അവനവന് ചേർന്ന ബന്ധത്തിലെ പോയി ചാടാവൂന്ന്. എന്റെ മക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിച്ചു. ഞാൻ അതിൽ ഒരു തെറ്റും കാണുന്നില്ല. എടി, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ല, അത് വീണ്ടും കുപ്പത്തൊട്ടി തേടി പോവും. നിന്റെ മരുമക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ, ഞാൻ അതങ്ങ് സഹിച്ചു. പെറ്റതള്ളയെ എനിക്ക് നോവാത്തതൊന്നും മറ്റാർക്കും നോവുകയും വേണ്ട. നോവടി, നിനക്ക് ദിവ്യഗർഭത്തിലുണ്ടായതൊന്നും അല്ലല്ലോ ജഗന് ഹരിതയും. എന്റെ അനുജന്റെ ചോരയാ അവര്. എന്റെ അനിയന്റെ മക്കൾ ചെളിക്കുണ്ടി കിടക്കുമ്പോ എനിക്ക് നോവടി. അതിനാണ് തറവാടിത്തം എന്ന് പറയുന്നത്. അഷ്ടിക്ക് വകയില്ലാത്ത വീട്ടിൽ പടു കിടക്കുന്നതല്ല തറവാടിത്തം. അതെ, ആ വീട്ടുകാർക്ക് തറവാടിത്തവും മാന്യതയും ഉള്ളതുകൊണ്ടാ കേടുപാടൊന്നും കൂടാതെ കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള സ്വഭാവമായിരുന്നെങ്കിലേ അവര് കുറ്റിച്ചൂലി ചാണകം മുക്കി നിങ്ങളെ അടിച്ചേനെ. നാവിട്ടടിക്കാതടി. നാ വിട്ടടിച്ചത് ഞാനാണോ? നിങ്ങളല്ലേ? എന്തൊക്കെ ഒരു നെറുകേടാ നിങ്ങൾ ആ വീട്ടിൽ വിളിച്ചു കൂവിയെന്നറിയാവോ? നെറികേട് വിളിച്ചു കൂവിയെന്നോ? എടി, ആനന്ദവല്ലി അവിടെ വിളിച്ചു പറഞ്ഞ എല്ലാം സത്യാണ്, പച്ച പരമാർത്ഥം.